ഇന്ന് മാങ്ങ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനിതുവരെ ചമ്മന്തിപ്പൊടി കഴിച്ചിട്ടില്ല. മാങ്ങയുടെ തേങ്ങ ചമ്മന്തിപ്പൊടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നമ്മൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം, ഒരു ചെറിയ മാങ്ങയുടെ പകുതി എടുത്തു. അതിനുശേഷം കുറച്ച് ഒരു തേങ്ങയുടെ കാൽ ഭാഗം തേങ്ങ കൊത്തിയെടുത്തു. അതിനകത്ത് അങ്ങനെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തിരുമി എടുക്കുന്നതല്ല തേങ്ങ. അപ്പം ഞാനും ഇങ്ങനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിനെ നമുക്കിനി ചതക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 1/4 സ്പൂൺ ഉലുവ, പിന്നെ ഒരു 1/4 സ്പൂൺ കടുക്. ഇതൊന്ന് ചൂടാക്കി എടുക്കണം, ഒന്ന് വറുത്തെടുക്കുക. ഉലുവ അധികം കരിഞ്ഞു പോരുത്. അപ്പോൾ ഉലുവ മൂത്തിട്ടുണ്ട്, കടുകും മൂത്ത് കഴിഞ്ഞു. ഒരു കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി ഇതിനെ അരിഞ്ഞെടുക്കണം, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഉള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് അടുത്തതായി ചതച്ചെടുക്കാം. അതിന് വേണ്ടി മിക്സി എടുത്തു. മിക്സിയിലേക്ക് നമുക്ക് ഈ തേങ്ങയും മാങ്ങയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഉലുവയും കടുകും വറുത്തപ്പം അതിൻ്റെ ഒപ്പം മുളക് ഇടണമെന്ന് അവർ പറഞ്ഞിരുന്നു. അതായത് മുഴുവൻ മുളകാണ് വേണ്ടത്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു 4 മുളക് അവരിട്ടിട്ടുണ്ട്. അപ്പം മുളകില്ലാത്തതുകൊണ്ട് ഞാൻ പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം. ചട്ടി ചൂടാക്കിയതിന് ശേഷം അത് ഓഫ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് വറുത്തെടുക്കുക. ചെറിയ ചൂടിന് മതി, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് ഞാൻ ചട്ടി ചൂടായതിന് ശേഷം ഈ മുളക് പൊടി അങ്ങനെ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് മുളകാണെങ്കിൽ നമ്മളിത് പൊടിച്ചെടുക്കുക വേണ്ട. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുക്കും. ഇത് ഞാൻ എന്നെ ഇടാമല്ലോ എന്ന് വിചാരിച്ചു. ഒരു ചെറിയ ചേഞ്ചായി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കടുകും എണ്ണയില്ലാതെ വേണം കേട്ടോ അത് വറുക്കാൻ. ഉലുവയും വറുത്തതിന് ശേഷം മുഴുവൻ മുളകാണ് ഇടേണ്ടത്. ഒരു 4 മുളകിട്ട് അതും വറുത്തതിന് ശേഷം അത് പൊടിച്ചെടുക്കണം. പിന്നെ മാങ്ങയും ഇഞ്ചിയും ഞാൻ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇതാ മാങ്ങയും ഇഞ്ചിയല്ല, മാങ്ങയും തേങ്ങയും ഞാൻ ചതച്ചെടുത്തു. വീണ്ടും ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്കൊന്ന് കടുക് വറുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടി കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുകിട്ടു. കടുകൊന്ന് പൊട്ടിക്കോട്ടെ. കടുക് പൊട്ടി തുടങ്ങി. ഞാൻ സിമ്മാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിയാനാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ ഇത്തിരി വലുതായിട്ട് അരിഞ്ഞു. ഇഷ്ടമില്ലാത്തവർക്ക് അത് അവർക്ക് കളയാമല്ലോ, വേണ്ടവർക്ക് കഴിക്കാം. ഇവിടെ വീട്ടിൽ ചിലർക്ക് വെളുത്തുള്ളി ഇഷ്ടമില്ല. അപ്പോൾ ഞാനവർക്ക് വലുതായിട്ട് ഇട്ടേക്കാണ്. ഇതൊരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് അരിയാതെ ചാടിപ്പോയതാണ്. ഇനി അതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഒന്ന് മൂത്തോട്ടെ. നമുക്കിതിലേക്ക് ഒരു കഷ്ണം കരിവേപ്പില, അവർ പറഞ്ഞിട്ടുണ്ട് കരിവേപ്പില ഇടണമെന്ന്. അപ്പം നമുക്കൊരു കഷ്ണം കരിവേപ്പിലയും കൂടെ ഇടാം. ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും, ഒരു തണ്ട്. ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കരിവേപ്പില ഇടാം. നേരത്തെ ഇടുന്നായിരുന്നു, ഈ വെള്ളം ഉള്ളതുകൊണ്ട് പൊട്ടി കിടക്കുന്നുണ്ടപ്പാ. ഒന്ന് മൂത്ത് റെഡിയായി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിടാം. അപ്പോൾ മാങ്ങയിട്ട് നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഇതിൽ ഉപ്പിടണം കേട്ടോ, അത് ഞാൻ മറന്നുപോയി പറയാനായിട്ട്. മാങ്ങ നമ്മൾ തേങ്ങയും മാങ്ങയും ചതയ്ക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ്, ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് വറുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറണം കേട്ടോ. തേങ്ങയുടെയും മാങ്ങയുടെയും ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതാ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന
ഉലുവയും കടുകും മല്ലിയും കൂടെ സോറി അങ്ങനെ ഉലുവയും കടുകും മുളകും മാത്രം പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഈ മാങ്ങയും തേങ്ങയും ഒന്ന് ശരിയാവാനുണ്ട്. അപ്പോൾ മാങ്ങയും തേങ്ങയും ഇതെല്ലാം കൂടെ ഒരുമാതിരി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് മൂക്കണ്ട. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയും കടുകും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഇടാം. ഇതിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. മുളക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, എരിവ് കൂടുതൽ വേണ്ടവർക്ക്. ഞാനിത് എരിവ് ഇവിടെ അധികം ആൾക്കാർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതിട്ട് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയാൽ മതി. തീ കുറച്ച് വെച്ചിട്ട് അത് ഓഫ് ചെയ്തു ഞാൻ. ഇനി നമുക്ക് ഈ ചൂടിൽ ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിട്ട മുളക് പൊടി പോരായിരുന്നു കേട്ടോ, ഒട്ടും എരിവില്ലായിരുന്നു ഒരു ശകലം പോലും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ചൂടിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടെ വീണ്ടും ഇട്ടു, കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു. അപ്പോൾ ഒരു കളറും ഇതൊക്കെ വന്നു. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയായി. ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഇത് യൂട്യൂബിൽ കണ്ട റെസിപ്പിയാണ്. ഇഷ്ടപ്പെടാതെയില്ല, ഇഷ്ടപ്പെട്ടുമില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ കുഴപ്പമില്ല, കൊള്ളാം. ഇവർ പറയുന്നത് ഇത് 1 മാസം വരെയൊക്കെ ഇരിക്കുന്നതാണ് പറയണത്. ഇതിപ്പോൾ ഇവിടെ 1 മാസം വരെ ഒന്നും ഇരിക്കില്ല. നോക്കാം നമുക്ക്. കമൻ്റ് ഇടാൻ മറക്കരുത്. ഇത് ഉണ്ടാക്കി നോക്കാനും വളരെ എളുപ്പമാണ്.